അപ്പോൾ മക്കളെ നമ്മുടെ നീറ്റ് വേവിന്റെ ബയോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാൻ നമുക്ക് ഇതിന്റെ അകത്തുള്ള ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം അല്ലേ. ഡൈക്കാരിയോൺ ഇല്ലടാ, ഡൈക്കാരിയോൺ ഏതിലാണ് വരുന്നത്? ഡൈക്കാരിയോൺ പോകുന്നത് നമ്മുടെ അസ്റ്റിലാഗോയിലേക്ക് അല്ലേ? യെസ്, ഡൈക്കാരിയോൺ എ ബിലോങ്സ് ടു 3. ഡൈക്കാരിയോൺ പോകുന്നത് അസ്റ്റിലേഗോ. കാരണം നമുക്കറിയാം അസ്റ്റിലേഗോ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ബെസിഡിയോമൈസിറ്റീസിന്റെ എക്സാമ്പിൾ ആണ്. ആസ്കോമൈസിറ്റീസിലും ബെസിഡിയോമൈസിറ്റീസിലുമാണ് എന്ത് കാണുന്നത്? ഡൈക്കാരിയോൺ കാണുന്നത്, അല്ലെങ്കിൽ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് കാണുന്നത്. സോ എ ഗോസ് ടു 3. ഫ്രോണ്ട് എന്താണ്? ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഈ ഫ്രോണ്ട് ഏതിലാ കാണുന്നത്? നമുക്കിവിടെ ലെമിനാറിയ ഉണ്ട്, പോളിട്രൈക്ക് ഉണ്ട്, ലൈക്കോപോഡിയ ഉണ്ട്. ഇതിൽ ലെമിനാറിയ ഫെയോഫൈസയിലല്ലേ ഈ ഫ്രോണ്ട് കാണുന്നത്. സോ ബി ഗോസ് ടു 1. ദെൻ ഫൂട്ട് കണ്ടോ? ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂൾ ഒക്കെ കണ്ടിട്ടില്ലേ? ഫൂട്ട് അത് ഏതിലാ കാണുന്നത്? നമ്മുടെ ബ്രയോഫൈറ്റ് എക്സാമ്പിൾ ആണ്. പോളിട്രൈക്കം. സോ ഫൂട്ട് ഗോയിങ് ടു 2. ദെൻ ഹോമോസ്പോറസ് ആരാ കാണിക്കുന്നത്? പിന്നെ ആരേ ബാക്കിയുള്ളൂ? ലൈക്കോപോഡിയമേ ബാക്കിയുള്ളൂ. സോ ഡി ഗോയിങ് ടു 4. സോ A3 B1 C2 D4 ഏതാണ് വരിക? ഓപ്ഷൻ നമ്പർ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദ ബയോസിന്തസിസ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ഒക്കേഴ്സ് ഇൻ. ഗ്ലൈക്കോപ്രോട്ടീന്റെ സിന്തസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബയോസിന്തസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, സൈറ്റോപ്ലാസം, ഗോൾഗി അപ്പാരറ്റസ്. അപ്പൊ അറിയാലോ നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് അല്ലടാ, ഗോൾഗി അപ്പാരറ്റസ് അല്ലേ ഗ്ലൈക്കോപ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡും സിന്തസൈസ് ചെയ്യുന്നത്. സോ ബയോസിന്തസിസ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ഏതിലേക്കാണ് വരിക? ഗോൾഗി അപ്പാരറ്റസിലോട്ടാണ് വരിക. നെക്സ്റ്റ് വൺ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഫോർ വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്. ഇതിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റിന് മാച്ച് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. ഫ്ലവർ പ്രൊഡ്യൂസ് ഇനോമസ് എമൗണ്ട് ഓഫ് പോളൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അബയോട്ടിക് പോളിനേഷൻ ആണ്. അവിടെ അബയോട്ടിക് പോളിനേഷന്റെ എക്സാമ്പിൾ ആണ് വാട്ടർ പോളിനേഷൻ, മറ്റൊരു എക്സാമ്പിൾ ആണ് വിൻഡ് പോളിനേഷൻ. ഇവിടെ വാട്ടർ പോളിനേഷനെ പറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഈ അബയോട്ടിക് പോളിനേഷനിൽ നമുക്ക് പോളിനേഷൻ എന്ന് പറയുന്ന ഒരു അൺസർട്ടൈനിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പോളൻ ഗ്രെയിൻസിന്റെ പ്രൊട്ടക്ഷൻ എന്തായിരിക്കും? ഹ്യൂജ് ആയിരിക്കും. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫ്ലവർ പ്രൊഡ്യൂസ് ഇനോമസ് എമൗണ്ട് ഓഫ് പോളൻ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മാച്ചിങ് ടു നമ്മൾ വാട്ടർ പോളിനേഷൻ. നെക്സ്റ്റ് വൺ ഏതാ നോക്കിക്കേ. ഫ്ലവർ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. ഫ്ലവർ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നെക്ടർ ഏതിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ എ മ്യൂസിലേജിനസ് കവറിംഗ്. അതും ശരിയാണ്. എന്തിനാണ് പോളൻ ഗ്രെയിൻസിനെ മ്യൂസിലേജ് കവർ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്? മ്യൂസിലേജിനസ് കവറിംഗ് കൊടുക്കുന്നത് എന്തിനാണ്? ഈ പോളൻ ഗ്രെയിൻസ് വാട്ടറിലൂടെ അല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് വെറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോളൻ ഗ്രെയിൻസിന് മ്യൂസിലേജ് കവറിംഗ് കൊടുത്തിട്ടുള്ളത്. സോ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വെരി കളർഫുൾ ഫ്ലവർ ആണ്. വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് വെരി കളർഫുൾ ആണോ? അല്ല. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണ് വെരി കളർഫുൾ. So the correct statement is 4. Match the item in column 1 with those in column 2 ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ബയോളജിക്കൽ കൺട്രോൾ കണ്ടോ? ബയോളജിക്കൽ കൺട്രോൾ നമ്മൾ പ്രേ പ്രിഡേഷൻ അല്ലായിരുന്നോ നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ? പ്രേ പ്രിഡേഷൻ ആണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സോ എ ഗോസ് ടു 3. ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത് കോമ്പറ്റീഷനിലല്ലായിരുന്നോ ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്? 2 ഓർഗാനിസംസ് കോമ്പീറ്റ് ചെയ്യാണ്. ഒരു സെയിം റിസോഴ്സിന് വേണ്ടിയിട്ട് 2 ഓർഗാനിസംസ് കോമ്പീറ്റ് ചെയ്യാണ്. ആ 2 ഓർഗാനിസംസ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏത് ഓർഗാനിസം ആണോ സുപ്പീരിയർ ആയിട്ടുള്ളത് ആ ഓർഗാനിസം സർവൈവ് ചെയ്യും. ഇൻഫീരിയർ ആയിട്ടുള്ളത് എന്ത് ചെയ്യപ്പെടും? റിജക്റ്റ് ചെയ്യപ്പെടും. സോ ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഗോസ് ടു 4.
Then Barnacle and Whale. Barnacle and Whale goes to 1 ആണ്. അവർ കമ്മൻസാലിസം ആണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ ബാർനാക്കിളിന് ബെനിഫിറ്റ് ഉണ്ട്, വെയിലിന് എന്തില്ല, ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, മറ്റേ ആൾക്ക് ബെനിഫിറ്റ് ഇല്ല. ആ ഒരു ടൈപ്പ് ഓഫ് ലൈക്ക് പോപ്പുലേഷൻ ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് കമ്മൻസാലിസം. ഫിഗ് ആൻഡ് ഫിഗ് വാസ്പ് ഇവിടെ രണ്ട് പേരും ബെനിഫിറ്റഡ് ആണ്. സോ ഇറ്റ് ഗോസ് ടു മ്യൂച്വലിസം. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഏതാണെന്ന് പറഞ്ഞേ? യെസ്, A3, B4, C1, D2. സോ 1 is the correct one. Okay. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. It is an association between individuals of two different species and both are benefited. അതായത് രണ്ട് ഓർഗാനിസംസ് തമ്മിലുള്ള അസോസിയേഷൻഷിപ്പ് ആണ് അല്ലേ, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള അസോസിയേഷൻഷിപ്പ്. അത് രണ്ടുപേരും ബെനിഫിറ്റഡ് ആണ്. ആ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നടാ? മ്യൂച്വലിസം അല്ലേ? യെസ്, ദ മ്യൂച്വലിസം ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, പൈറൂവിക് ആസിഡ്. നമ്മുടെ റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പൈറൂവിക് ആസിഡ് എൻറ്റേഴ്സ് TCA സൈക്കിൾ ഇൻ ദ ഫോം ഓഫ്. നമ്മുടെ പൈറൂവിക് ആസിഡ് എങ്ങനെയാണ് നമ്മുടെ എവിടെ നിന്ന് പൈറൂവിക് ആസിഡ് കിട്ടുന്നത്? യെസ്, ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസ് 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. ഈ പൈറൂവിക് ആസിഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ പൈറൂവിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അസറ്റൈൽ കോഎൻസൈമെ. ആ അസറ്റൈൽ കോഎൻസൈം എ ആണ് എന്തിലോട്ട് എൻറ്റർ ചെയ്യുന്നത്? നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് എൻറ്റർ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ് വരിക? പൈറൂവിക് ആസിഡ് ഏത് ഫോമിലാണ് എൻറ്റർ ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം എയുടെ ഫോമിലാണ്. നെക്സ്റ്റ് വൺ, മാച്ച് ദ കോളം. നമുക്ക് നോക്കാം അല്ലെ. മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോം ഏതാടാ? ക്ലെമൈഡോമോണാസലെ. സോ ദ ഓപ്ഷൻ ഈസ് 2. ദെൻ കൊളോണിയൽ ഫോം ഏതാണ്? വോൾവോക്സ് ആണല്ലോ കൊളോണിയൽ ഫോം. സോ B goes to 3. Then massy plant body kelp ആണ്. kelp up to 100 meters വരെ kelp ഗ്രോ ചെയ്യും കേട്ടോ. അപ്പോൾ C goes to 4. Then filamentous form ഏതാണ്? ഇലോത്രിക്സ് ആണ്. Then D goes to 1. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? A2, B3, C4, D1. So the option is 4. Next question, which of the following are the characters of dinoflagellate? നമ്മുടെ dinoflagellate ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നോക്കാം ഏതാണ്. which of the following are the character of dinoflagellate? ഈ തന്നിട്ടുള്ള 4-5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ നമ്മുടെ dinoflagellateന്റെ ക്യാരക്ടർ ഏതാണെന്നാണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് വൺ? എന്നാണ് പ്ലാങ്ക്ടോണിക് ഗോൾഡൻ യെല്ലോ ആൽഗെ വിത്ത് സോപ്പ് ബോക്സ് ലൈക്ക് സ്ട്രക്ചർ. ക്രൈസോഫൈറ്റ് ആണ്, അല്ലാതെ ആരല്ല? ഡൈനോഫ്ലെജലേറ്റ് അല്ല. മെറൈൻ റെഡ് ബൈഫ്ലെജലേറ്റഡ് പ്രോട്ടിസ്റ്റൻ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then എന്താണ്? അപ്പിയർ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ആൻഡ് റെഡ് ഇൻ കളർ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലേ. പിന്നെ എന്താണ് പറയുക? ബൈഫ്ലെജലേറ്റഡ് ഓർഗാനിസം വിത്ത് പെല്ലിക്കിൾ. ആരാണ്? യൂഗ്ലിനോയിഡ്സ് ആണ്. ദെൻ സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക് യൂണിസെല്ലുലാർ ഫോം, അത് സ്പോറോസോവൻസ് ആണ് അല്ലേ. സോ ആൻസർ ഏതാണ് വരുന്നത്? ബിയും ശരിയാണ്, സിയും ശരിയാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് 3. നെക്സ്റ്റ് വൺ, നമ്മുടെ പ്ലാസന്റേഷൻ എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? മാച്ച് ദ കോളം 1 and 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ. അപ്പോൾ ആദ്യം എന്നുള്ളത് ബേസിൽ പ്ലാസന്റേഷൻ ആണ്. ബേസിൽ പ്ലാസന്റേഷന്റെ എക്സാമ്പിൾ ഏതാടാ? ബേസിൽ പ്ലാസന്റേഷന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് മാരിഗോൾഡ് അല്ലായിരുന്നോ? സോ ബേസിൽ പ്ലാസന്റേഷൻ ഏതാണ് പോകുന്നത്? മാരിഗോൾഡ് ആണ് പോകുന്നത്. ദെൻ മാർജിനൽ പ്ലാസന്റേഷൻ ഏത് എക്സാമ്പിൾ ഏതാണ്? P ആണല്ലേ എക്സാമ്പിൾ പഠിച്ചത്. 5 വരും. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഏതാണ്? പ്രിംറോസ് ആണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ആക്സിയൽ പ്ലാസന്റേഷൻ ഏതിലാണ് വരുന്നത്? ആഗിമോൺ ആണ് ആക്സിയൽ പ്ലാസന്റേഷനിൽ വരുന്നത്. ദെൻ പെറൈറ്റൽ പ്ലാസന്റേഷനിൽ വരുന്നത് ഏതാണ്? പെറൈറ്റൽ പ്ലാസന്റേഷൻ. സോറി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ ലെമൺ ആണ് ആക്സിയൽ പ്ലാസന്റേഷനിൽ വരുന്നത്. ദെൻ പെറൈറ്റൽ ഏതാണ് വരിക? ആഗിമോൺ ആണ് വരിക. അപ്പൊ നമുക്ക് ഏതാ? A2, B5, C1, D3, E4 ഏതാണ് വരുന്നത്? യെസ്, ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ഓപ്ഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ഈസ് ദ പ്രോപ്പർ സീക്വൻസ് ഇൻ മൈറ്റോസിസ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മൈറ്റോസിസിലെ പ്രോപ്പർ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ്, നമുക്കറിയാം. കറക്റ്റ് ഓർഡർ എങ്ങനെയാണ്? മൈറ്റോസിസിന്റെ കാരിയോകൈനീസിസ് ആണ് അല്ലേ ചോദിച്ചത്, ഇന്റർഫേസ് അല്ല, സൈറ്റോകൈനീസിസ് അല്ല, കാരിയോകൈനീസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാരിയോകൈനീസിന്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയായിരുന്നു? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് അല്ലേ? സോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്, ഓപ്ഷൻ നമ്പർ 2. ദെൻ നോക്ക്, നമ്മുടെ ഒരു ഫുഡ് ചെയിൻ അല്ലേ, 4 ഫുഡ് ചെയിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്കോ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് ട്രോപ്പിക് ലെവൽ ഇൻ എ ഗിവൺ ഗ്രാസ് ലാൻഡ് എക്കോ സിസ്റ്റം ആണ്. ഗ്രാസ് ലാൻഡ് എക്കോ സിസ്റ്റത്തിൽ ഒരു ഫുഡ് ചെയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാസ് ഹോപ്പർ, വൾച്ചർ, ക്രോ അല്ലല്ലോ. ഗ്രാസ് ഹോപ്പറിനെ വൾച്ചർ കഴിക്കും, വൾച്ചറിനെ ക്രോ കഴിക്കും. നോട്ട് പോസിബിൾ. സെക്കൻഡ് വൺ നോക്ക്, ഗ്രാസ് ക്രോ, കാക്ക പുല്ല് തിന്നോ? നോ. ഗ്രാസ് വൾച്ചർ ഗ്രാസ് തിന്നോ? നോ. ഗ്രാസ് ഹോപ്പർ is eaten by crow is eaten by vulture. So this is the correct one. നെക്സ്റ്റ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വെജിറ്റേറ്റീവ് സെൽ ഇസ് ലാർജർ ദാൻ ജനറേറ്റീവ് സെൽ. ശരിയാണ്, വെജിറ്റേറ്റീവ് സെൽ ജനറേറ്റീവ് സെല്ലിനെക്കാട്ടിലും ലാർജർ ആണ്. കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. റീസൺ കൊടുത്തിട്ടുള്ളത് ഇൻറ്റൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അതും ശരിയാണ്. ബട്ട് ദ റീസൺ ഇസ് നോട്ട് മാച്ചിങ് ഫോർ അസേർഷൻ. സോ ദെൻ ബി ഇസ് ദ, സോ 2 is the correct answer. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ വാസ് ഗിവൺ ബൈ ആരാ? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ തന്നിട്ടുള്ളത് നമ്മുടെ ലൈക്ക് ആരാടാ, ലൈക്ക് ഇതിൽ തന്നിരിക്കുന്നത് എഫ് ഓഫ് ബ്ലാക്ക്മാൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഒരു എന്താ പറയുക, ഒന്നിൽ കൂടുതൽ റിയാക്ടൻസ് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഏത് റിയാക്ടൻ്റ് ആണോ ആദ്യം തീർന്നു പോകുന്നത് അതായിരിക്കും ആ റിയാക്ഷൻ ലിമിറ്റ് ചെയ്യുക എന്ന് നമ്മളോട് പറഞ്ഞത് ആരായിരുന്നു? എഫ് ഓഫ് ബ്ലാക്ക്മാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ATP ആൻഡ് NADH2 ആർ റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് one molecule of glucose during Calvin cycle? Calvin cycle എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു? നമ്മുടെ C3 സൈക്കിൾ ആണ് അല്ലേ. C3 സൈക്കിളിൽ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ATP വേണം, എത്ര NADPH വേണം എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഒരു കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ 2 ATP വേണം, റീജനറേഷനിൽ 1 ATP വേണം അല്ലേ. പിന്നെ എന്താണ്, ദെൻ റിഡക്ഷനിൽ എത്ര NADPH വേണം? 2 NADPH വേണം റിഡക്ഷനിൽ. ഒരു സൈക്കിൾ ആവണമെങ്കിൽ ഒരു സൈക്കിളിന് റിഡക്ഷനിൽ 2 ATPയും റീജനറേഷനിൽ 1 ATPയും, ടോട്ടൽ എത്ര ATP ആണ്? 3 ATP ആണ്. അതേപോലെ മക്കളെ, ഒരു സൈക്കിളിന് 2 NADPHും വേണം. ഒരു സൈക്കിളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സൈക്കിൾ എത്ര ടേൺസ് കറങ്ങണം? 6 ടൈംസ് സൈക്കിൾ ടേൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈക്കിളിന് എത്ര ATP? 3 ATP. എത്ര NADH2? 2 NADH2. സോ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിന് 6 സൈക്കിൾ. സോ 6 × 3 18 ATP ആൻഡ് 6 × 2 12 NADPH. So the answer is 2. The answer is 1. Then നോക്കിക്കേ, വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗൽ സെക്ഷുവൽ സൈക്കിൾ ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവന്റ്. നമ്മുടെ ഫംഗസിന്റെ സെക്ഷുവൽ സൈക്കിളിന്റെ 3 ഇവന്റുകൾ തന്നത് കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതായിരുന്നു നമ്മുടെ ഫംഗസിന്റെ സെക്ഷുവൽ സൈക്കിളിലെ കറക്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ? ആദ്യം എന്ത് ഫ്യൂസ് ചെയ്യും? പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും. പ്രോട്ടോപ്ലാസത്തെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്മോകെമി. അപ്പൊ ആദ്യം എന്താ നടക്കേണ്ടത്? പ്ലാസ്മോകെമി. പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തതിനു ശേഷം അവിടെ ആരാണ് ഫ്യൂസ് ചെയ്യണത്? ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യണത്. അതിന് നമ്മൾ കാരിയോകെമി എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഫേസ് ഏതായിരുന്നു? കാരിയോകെമിയാണ്. മൂന്നാമത്തെ ഫേസ് ഏതായിരുന്നു? മിയോസിസ് ആണ്, വിച്ച് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് 4 ഹാപ്ലോയിഡ് സ്പോർസ് അല്ലേ. മിയോസിസ് നടക്കുമ്പോൾ അവിടെ 4 ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും. സോ കറക്റ്റ് ഓർഡർ ഏതാണ്? പ്ലാസ്മോകെമി, കാരിയോകെമി, മിയോസിസ്. സോ പ്ലാസ്മോകെമി, കാരിയോകെമി, മിയോസിസ്. സോ 3 is the correct answer. Next one, perigynous flowers are found in. Perigynous flowers കാണുന്ന ഏതിലാണ്? റോസിലാണ് അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Then a major characteristics of the monocot stem is the presence of. monocot stemന്റെ ഒരു ക്യാരക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. കാമ്പിയം സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ഫ്ലോയം ആൻഡ് സൈലം അല്ല. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. മോണോകോട്ടിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ അല്ല, ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലാണ്. സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിലാണ് മോണോകോട്ട് സ്റ്റെമ്മിന് മാച്ച് ആയിട്ടുള്ളത്. ഡൈക്കോട്ട് സ്റ്റെം ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? ബ്രോക്കൺ റിംഗ് പാറ്റേണിലായിരിക്കും എന്ത് കാണുക? വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നത്. അടുത്തത്, ദ ജിംനോസ്പേം കൺസിസ്റ്റ് ഓഫ്
many free pistil, sorry, not the gymnosperm, gynoecium ആണ്. വായിച്ചോ പെട്ടെന്ന് മാറിപ്പോയി. gynoecium ആണ്. The gynoecium consists of many free pistil in flowers of. ഗൈനീഷ്യത്തിൽ ഒരുപാട് ഫ്രീ പിസ്റ്റിൽസ് ഉണ്ട്. വെൻ ദ പിസ്റ്റിൽ ആർ ഫ്രീ, അതിന് നമ്മൾ എന്ത് വിളിച്ചു? എപ്പോകാർപ്പസ് എന്ന് വിളിച്ചു. എപ്പോകാർപ്പസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ലോട്ടസ് പഠിച്ചിട്ടുണ്ട്. പെപ്പാവർ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സിങ്കാർപ്പസിന്റെ എക്സാമ്പിൾ ആണ് പെപ്പാവർ. അടുത്തത് നോക്കാം നമുക്ക്. ഡിഫറെന്റ് സെൽസ് ഹാവ് ഡിഫറെന്റ് സൈസ്. Arrange the following cells in an ascending order of their size and select the correct option. ഇവിടെ കുറേ സെൽസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓരോ സെല്ലിനെയും അതിൻ്റെ സൈസ് അസെൻഡിങ് ഓർഡർ, അപ്പോൾ താഴേന്ന് മുകളിലോട്ടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? മൈക്കോപ്ലാസ്മിയാണ്. മൈക്കോപ്ലാസ്മിൻ്റെ സെല്ലിൻ്റെ സൈസ് എത്രയാണ്? 0.3 μm ആണ്. പിന്നെയുള്ളത് ഏതാണ്? ആർ ബി സി ആണ്. ആർ ബി സിയുടെ സൈസ് എത്രയാണ് വരുന്നത്? 7 μm ആണ് ആർ ബി സിന്റെ സൈസ്. ദെൻ ബാക്ടീരിയയുടെ സൈസ് എത്രയാണ് വരുന്നത്? 3 to 5 μm ആണ് വരുന്നത്. ദെൻ ഏറ്റവും ലാർജസ്റ്റ് സെൽ ഏതാണ്? ഓസ്ട്രിച്ചിന്റെ എഗ് സെൽ ആണ്. അപ്പൊ നമുക്ക് മൈക്കോപ്ലാസ്മ 1, ദെൻ ബാക്ടീരിയ 4, then 3, 1 4 3 2, 1 4 3 2 ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ നമ്പർ 1, 1 4 3 2. Next one, the reaction that is responsible for the primary fixation CO2 is catalyzed by. നമ്മുടെ CO2ന്റെ പ്രൈമറി ഫിക്സേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചത്. യെസ്, റുബിസ്കോ കാറ്റലൈസ് ചെയ്യുന്നുണ്ട്, പെപ്കേസ് കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഇത് കാറ്റലൈസ് ചെയ്യുന്നില്ല, PGA കാറ്റലൈസ് ചെയ്യുന്നില്ല. റുബിസ്കോയും പെപ്കേസും, റുബിസ്കോ എന്ന് വെച്ചാൽ REBP കാർബോക്സിലേസ്, പെപ്കേസ് എന്ന് വെച്ചാൽ PEP കാർബോക്സിലേസ്, ഇവർ രണ്ടുപേരും കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ റുബിസ്കോ C3 സൈക്കിളിലാണ് കാറ്റലൈസ് ചെയ്യുന്നത്. പെപ്കേസ് ഏതിലാണ്? C4 സൈക്കിളിലാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ C3 ആണോന്നോ C4 ആണോന്നോ ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചത് പ്രൈമറി ഫിക്സേഷനും CO2 ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ഏതാ സെലക്ട് ചെയ്യുക? 3 ആണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം അത് 3 ആവുമ്പോൾ നമ്മുടെ C3 സൈക്കിളിനും അപ്ലിക്കബിൾ ആണ്, C4 സൈക്കിളിനും എന്താണ്? അപ്ലിക്കബിൾ ആണ്. സോ ദിസ് വൺ ഈസ് ദി കറക്റ്റ് ആൻസർ. Then electron transport system, നമ്മുടെ റെസ്പിറേഷൻ പ്ലാന്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം മൈറ്റോകോൺട്രിയയുടെ ഏത് ഭാഗത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അറിയാം. ഏത് ഭാഗത്താണ്? ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. സോ ദ ഓപ്ഷൻ ഇസ് 3. അടുത്ത നോക്കടാ, വിച്ച് ഓഫ് ദ മെറ്റബോലൈറ്റ്സ് ഈസ് കോമൺ ടു റെസ്പിറേഷൻ മീഡിയേറ്റഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. ഇവിടെ തന്നിട്ടുള്ളത് പൈറുവിക് ആസിഡ്, അസറ്റൈൽ കോഎൻസൈം എ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. ഈ തന്നിട്ടുള്ളത് ഏതാണ് നമ്മുടെ 3 റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിനും കോമൺ ആയിട്ട് വരുന്നത്? ഏതാണ് അറിയാലോ? നമ്മുടെ അസറ്റൈൽ കോഎൻസൈം ആണ്. നമ്മൾ ആംഫിബോളിക് പാത്വേയിൽ റെസ്പിറേഷനിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, കാർബോഹൈഡ്രേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് പോകുന്നത്. അതേപോലെ ഫാറ്റും പ്രോട്ടീനും ഒക്കെ അസറ്റൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്തിലേക്ക് പോകുന്നത്? നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് പോകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കാം, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ചോദിച്ചിട്ടുള്ളത് 2,4-D ആണ്. 2,4-D എന്തായിരുന്നു? നാച്ചുറൽ ഓക്സിൻ അല്ല, സിന്തറ്റിക് ഓക്സിൻ ആണ് 2,4-D. 2,4-Dയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ആയിരുന്നു ടു പ്രൊഡ്യൂസ് വീഡ് ഫ്രീ ലോൺസ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ 2,4-Dനെ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ നോക്കിയേ, 2,4-D ഏതിലാണ് വരിക? 4. 2,4-D ബിലോങ്സ് ടു 4. ABA എന്താണ്? അബ്സിസിക് ആസിഡ് ആണ്. അബ്സിസിക് ആസിഡ് നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. കാരണം അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ പ്ലാന്റിന്റെ സ്റ്റൊമാറ്റിനെ ക്ലോസ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അബ്സിസിക് ആസിഡ്. ദാറ്റ്സ് വൈ ദ അബ്സിസിക് ആസിഡിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. സോ അബ്സിസിക് ആസിഡ് ബിലോങ്സ് ടു 3. അടുത്ത എത്തിലിൻ ആണ്. ഫ്രൂട്ട്സിനെ റൈപ്പൻ ചെയ്യാനാണ് എത്തിലിൻ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ നമ്പർ 5. GA goes to ജിബർലിക് ആസിഡ്. ജിബർലിക് ആസിഡ് എന്തിന് യൂസ് ചെയ്യാറുണ്ട്? ബോൾട്ടിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. എന്തായിരുന്നു ബോൾട്ടിങ്? ഇന്റർനോഡൽ ഇലോങ്ങേഷൻ ആണ് ബോൾട്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ബോൾട്ടിങ്? ഇന്റർനോഡൽ ഇലോങ്ങേഷൻ ആണടാ ബോൾട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇന്റർനോഡൽ ഇലോങ്ങേഷൻ നമ്മുടെ ഇതിലൊക്കെ ബോൾട്ടിങ് ചെയ്യാറ്. കേബേജിലും കോളിഫ്ലവറിലും ഒക്കെയാണ് നമ്മൾ ബോൾട്ടിങ് ചെയ്യാറ്. പിന്നെ സൈറ്റോകൈൻ ആണ്. സൈറ്റോകൈൻ എന്നറിയാം, സൈറ്റോകൈനീസസ് ആണ് സൈറ്റോകൈനിന്റെ മെയിൻ ഫംഗ്ഷൻ. ഈ സൈറ്റോകൈൻ ഡിസ്കവർ ചെയ്ത് ഹെറിംഗ് സ്പെർം DNA എന്നാണ്. സോ സൈറ്റോകൈൻ മാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ എന്താ പറയുക? A4 B3 C5 D2 E1. ഓപ്ഷൻ ഏതാണ് വരിക? യെസ്, ദ ഓപ്ഷൻ ഇസ് 1.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് ഷോസ് ഐസോഗമി വിത്ത് നോൺ ഫ്ലെജലേറ്റഡ് ഗാമീറ്റ്? സ്പൈറോഗൈറ അല്ലെ? സ്പൈറോഗൈറ ആൻസർ അറിയാലോ. സ്പൈറോഗൈറ ഈസ് ദ ആൻസർ. സ്പൈറോഗൈറ. അടുത്ത അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏതെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആണ് കോമലീന ഷോസ് ക്ലീസ്റ്റോഗമി. ശരിയല്ലേ? നമ്മുടെ ഓക്സാലിസ്, വയോള, കോമലീന അവർ ക്ലീസ്റ്റോഗമി കാണിക്കുന്നുണ്ട് അല്ലെ? ക്ലീസ്റ്റോഗമി കാണിക്കും. ശരിയാണ്. ഓപ്ഷൻ ഇസ് കറക്റ്റ്. റീസൺ ദിസ് റെഡ്യൂസ് ചാൻസ് ഓഫ് ഇൻബ്രീഡിങ്. നമ്മുടെ ഈ ഓട്ടോഗമി അല്ലെ കാണിക്കുന്നത്? ഓട്ടോഗമി ഇൻബ്രീഡിങ്ങിനെ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഓട്ടോഗമി ഇൻബ്രീഡിങ്ങിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇറ്റ് ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് ഇൻബ്രീഡിങ് എന്നാണ് വരേണ്ടത്. സോ ദ റീസൺ ഇസ് റോങ്. അസേർഷൻ ഇസ് കറക്റ്റ്, റീസൺ ഇസ് റോങ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? 3 അല്ലടാ വരിക. അസേർഷൻ ഇസ് ട്രൂ ബട്ട് ദ റീസൺ ഇസ് ഫാൾസ്. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. Again, sexual reproduction flowering plants എന്ന assertion reason type question ആണ്. In some species of Asteraceae and Poaceae, seeds are formed without fertilization. ശരിയാണ്. നമ്മുടെ Asteraceae, Poaceae ഗ്രൂപ്പിൽ നമ്മൾ അപ്പോമിക്സസ് കാണുന്നുണ്ട്. അവിടെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. റീസൺ എന്താണ് പറഞ്ഞത്? ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. അതല്ല റീസൺ. പക്ഷേ ഈ റീസൺ ശരിയാണ്. നമ്മുടെ പാർത്തനോകാർപ്പി അതായത് സീഡ്ലെസ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഏത് പ്രോസസ് വഴിയാണ്? യെസ്. എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? പാർത്തനോകാർപ്പി നടക്കുന്നത്. സോ ഇവിടെ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്, ബട്ട് ദേ ആർ നോട്ട് മാച്ചിങ്. സോ ദ ഓപ്ഷൻ ഇസ് 2. റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. എ ബയോളജിസ്റ്റ് സ്റ്റഡീഡ് ദ പോപ്പുലേഷൻ ഓഫ് റാറ്റ് ഇൻ എ ബാൺ. ഹി ഫൗണ്ട് ദാറ്റ് ദ ആവറേജ് natality was 250, average mortality was 240, emigration 20, immigration 30 and the net increase in population is എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിനെ നമ്മൾ നോക്കേണ്ടത് പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. ഏതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ, ഇമിഗ്രേഷൻ. ഓക്കെ ആണല്ലോ? ശരി. ഇതിൽ പോപ്പുലേഷനെ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേറ്റാലിറ്റി പ്ലസ് ഇമിഗ്രേഷൻ increases population. Then mortality plus emigration decreases population. അറിയാലോ? ഇനി നമുക്ക് നോക്കാം. നെറ്റ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് ചോദിച്ചത്. നേറ്റാലിറ്റി എത്രയാടാ? നേറ്റാലിറ്റി എത്രയാ നോക്ക്. നേറ്റാലിറ്റി ഈസ് 250. then അവിടുത്തെ ഇമിഗ്രേഷൻ എത്രയാണ്? +20 ഈക്വൽ ടു 270. അപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണ്? 270. then നമ്മുടെ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ എങ്ങനെയാണ് നോക്കുക? മോർട്ടാലിറ്റി പ്ലസ് ഇമിഗ്രേഷൻ ആണ്. മോർട്ടാലിറ്റി എത്രയാണ്? 240 പ്ലസ് ഇമിഗ്രേഷൻ എത്രയാണ്? 30 വിച്ച് ഇസ് ഈക്വൽ ടു 270. സോ ഇവിടുത്തെ ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആണ്. സോ ദ ഓപ്ഷൻ ഇസ് 20. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ ഏതാണ്? യെസ്, പോളി ആൻട്രസ് ആണ് അല്ലെ? പോളി ആൻട്രസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പോളി ആൻട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? സ്റ്റേമെൻസ് ഫ്രീ ആവുന്ന കണ്ടീഷൻ അല്ലേ പോളി ആൻട്രസ്. സോ ദ ഓപ്ഷൻ ഇസ് 4. Then monoatelphous. Stamens are united into one bundle ആണ് monoatelphous. അപ്പോൾ monoatelphous ഏതാണ്? ചൈന റോസ് monoatelphous-ന്റെ എക്സാമ്പിൾ ആണ്. സോ ബി ഗോസ് 3. then polyatelphous ആണ് നമ്മുടെ രണ്ടിൽ കൂടുതൽ ബണ്ടിലായിട്ട് സ്റ്റേമെൻസ് യുണൈറ്റ് ചെയ്താൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? polyatelphous എന്ന് വിളിക്കും. സോ സി ഗോസ് ടു 2. സ്റ്റാമിനോട് എന്താണ്? സ്റ്റെറൈൽ സ്റ്റേമൻ ആണ്. സോ ഡി ഗോസ് ടു 1. സോ ദ ഓപ്ഷൻ ഇസ് A4, B3, C2, D1. ഏതാണ് വരിക? 4. നെക്സ്റ്റ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ടെറിഡോഫൈറ്റ്സ് ആർ ഫൗണ്ട് ഇൻ കൂൾ ഡാം ഷേഡി പ്ലേസസ് though some flourish well in sandy soil condition. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. Statement 2 എന്താണ്? Pteridophytes like Salvinia and Selaginella produce similar kind of spores and are known as homospores. നമ്മുടെ Selaginella അല്ലെങ്കിൽ Salvinia produce ചെയ്യുന്ന spores ഏത് spores ആണ്? Different types of spores അല്ലല്ലോ. Same type of spore ആണോ? Different type of spore ആണോ? Yes, different type of spore ആണ്. അതിൽ ഒരെണ്ണം large spore ആണ്. അതിനെ macrospore എന്ന് വിളിക്കും. അത് female sporeനെയാണ് ലൈക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. Then ഒരു microspore ആണ്. അത് male spore ആണെന്നും പഠിച്ചിട്ടുണ്ട്. അത് ഇപ്പം മെയിലും ഫീമെയിലും ഡിഫറെൻറ്റ് സൈസ് ആണ്
നമ്മളതിനെ ഹെട്രോസ്പോർ എന്നാണ് വിളിക്കുക. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഹോമോസ്പോർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ദ ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. ഓൺലി 1 ഇസ് കറക്റ്റ് അല്ലേ? അല്ലടാ, ഓൺലി 1 ഇസ് കറക്റ്റ്. രണ്ടാമത്തെ എന്താ പറയുക? 2 ഇസ് കറക്റ്റ് അല്ല. 1 and 2 ആർ കറക്റ്റ് അല്ല. 1 and 2 ആർ ഇൻകറക്റ്റ് അല്ല. 1 ഇസ് കറക്റ്റ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ചാപ്റ്റർ എന്നാണ് നോക്കിയത്? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ്. ഫസ്റ്റ് വൺ ചോദിച്ചത് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ ഏതാണെന്നറിയോ? നമ്മുടെ പ്രോഫേസ് 1ന്റെ സബ് സ്റ്റേജുകളാണ്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാച്ചിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനീസ്, ഇങ്ങനെ 5 സബ് സ്റ്റേജുകൾ പഠിച്ചിട്ടില്ലേ പ്രോഫേസ് 1ന്റെ അണ്ടർലൈറ്റ്? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതാടാ? സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ആണ്. സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ഏത് സ്റ്റേജിലാണ് ഫോം ചെയ്യുന്നത്? സൈഗോട്ടീനിൽ ഫോം ചെയ്യുക. സോ എ ഗോസ് ടു 4. ക്രോസിംഗ് ഓവർ നടക്കുക പാച്ചിറ്റീനിലാണ്. സോ ബി ഗോസ് ടു 1. പിന്നെ ഏതാണ്? കയാസ്മാറ്റ ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡിപ്ലോട്ടീനിലാണ്. ഡിപ്ലോട്ടീൻ ഏതാ നമ്പർ? യെസ്, സി ഗോസ് ടു 3. ദെൻ ഡി എന്താണ്? ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ, ഇറ്റ് ഗോസ് ടു പ്രോഫേസിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. പ്രോഫേസ് 1ന്റെ ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഡയാകൈനസിസ്, വിച്ച് ഗോസ് ടു 2. സോ ഏതാ വരാ? 4 1 3 2. ഓപ്ഷൻ ഏതാണ്? യെസ്, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഇൻ എ പോപ്പുലേഷൻ ബർത്ത് റേറ്റ് റെഫേർഡ് ടു പെർ ക്യാപിറ്റ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് റെഫേർഡ് ടു പെർ ക്യാപിറ്റ ഡെത്ത് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ദ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് ദ പോപ്പുലേഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്. സോ ദ ഓപ്ഷൻ ഇസ് 3. Next one, assertion reason type question. In a food chain, members of successive higher level are fewer in number. ശരിയാണ് അല്ലേ? നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഓർഗാനിസത്തിന്റെ നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റീസൺ എന്താണ്? ഓർഗാനിസം അറ്റ് ഈച്ച് ട്രോപ്പിക് ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ ദോസ് അറ്റ് ദ ലോവർ ട്രോപ്പിക് ലെവൽ ഫോർ ദിയർ എനർജി. ഹയർ ട്രോപ്പിക് ലെവൽ ഓർഗാനിസം എനർജിക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലോവർ ട്രോപ്പിക് ലെവലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദിസ് വൺ ഇസ് ഓൾസോ കറക്റ്റ്. എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. പക്ഷെ അസേർഷൻ എന്തിനെ മാച്ച് ചെയ്യുന്നില്ല? റീസണിനെ മാച്ച് ചെയ്യുന്നില്ല. സോ ദ ഓപ്ഷൻ ഇസ് 2. നെക്സ്റ്റ് വൺ ചോദിച്ചത് ഏതാടാ മക്കളെ? ക്സീനോഗെമിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാ ചോദിച്ചിട്ടുള്ളത്? ക്സീനോഗെമിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്സീനോഗെമി? നമ്മുടെ ക്രോസ് പോളിനേഷന്റെ മറ്റൊരു പേരാണ് എന്ത്? ക്സീനോഗെമി. അപ്പോൾ എന്താണ് ക്സീനോഗെമി? യെസ്, പോളിനേഷൻ ബിറ്റ്വീൻ 2 ഫ്ലവേഴ്സ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്ലാന്റ് അല്ലേ? അതിനല്ലേ നമ്മൾ ക്സീനോഗെമി എന്ന് പറയുക. അതാണ് ക്സീനോഗെമി. അപ്പോൾ ഓട്ടോഗെമി എന്തായിരുന്നു? ഒരേ പ്ലാന്റിലെ സെയിം ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലോട്ടുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓട്ടോഗെമി എന്ന് വിളിക്കുക. പിന്നെയുള്ളത് ഏതാണ്? ഗെയ്റ്റ്നോഗെമിയാണ്. ഗെയ്റ്റ്നോഗെമി എന്താണ്? ഗെയ്റ്റ്നോഗെമിയിൽ പ്ലാന്റ് ഒറ്റ പ്ലാന്റ് ആണ്. ആ ഒരു പ്ലാന്റിലെ 2 ഫ്ലവേഴ്സിൻ്റെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലുള്ള പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗെയ്റ്റ്നോഗെമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ് വരിക? എ അല്ലടാ ആൻസർ വരിക. അടുത്തത് സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് 1 to 4 റിഗാർഡിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെർട്ടൈൻ ഓർഗാനിസം. അതായത് ചില ഓർഗാനിസത്തിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചത്. മെത്തനോജൻസ് ആർ ആർക്കിബാക്ടീരിയ, ശരിയാണ്. വിച്ച് പ്രൊഡ്യൂസ് മീത്തേൻ ഇൻ മാർഷി ഏരിയ, ശരിയാണ്. സോ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. നമ്മുടെ മെത്തനോജൻസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നോസ്റ്റോക്കസ് ഫിലമെന്റസ് ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ഫിക്സ് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ, അതും ശരിയാണ്. കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് ബാക്ടീരിയ സിന്തസൈസ് സെല്ലുലോസ് അല്ല, ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് അല്ല, റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൈക്കോപ്ലാസ്മ ലാക്ക് സെൽ വാൾ, ശരിയാണ്. ആൻഡ് ദേ ക്യാൻ സർവൈവ് വിതൗട്ട് ഓക്സിജൻ, ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. സോ ദ ഓപ്ഷൻ ഇസ് 4. അടുത്ത നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിന്റെ ടെറിഡോഫൈറ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോതാലസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പ്രോതാലസ്? യെസ്, ഗാമറ്റോഫൈറ്റ് ആണ് അല്ലേ? നമ്മുടെ ടെറിഡോഫൈറ്റ് ഗാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. അത് ഫ്രീ ലിവിങ് ആണ്. സോ ഓപ്ഷൻ ഏതാണ് വരിക? 3 ആണ് വരിക. അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺ ടു മൾട്ടിസെല്ലുലാർ ഫംഗൈ, ഫിലമെന്റസ്, ആൽഗെ ആൻഡ് പ്രോട്ടോണിമ ഓഫ് മോസസ്. അതായത് നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഈ 3 പേർക്കും മാച്ച് ചെയ്യുന്നത് ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ അല്ല അല്ലേ? കാരണം നമ്മുടെ എന്താ പറയുക, പ്രോട്ടോണിമ ഓട്ടോട്രോപ്പസ് ആണ്, ഫംഗൈ എന്താണ്? ഹെട്രോട്രോപ്പസ് ആണ്. ആൽഗയും എന്താണ്? നമ്മുടെ ഓട്ടോട്രോപ്പസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് വഴിയാണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. സോ ഇതെന്താണ്? ശരിയാണ്. സോ D, sorry, not D2 is the answer.
Which of the following is not a characteristics of family Malvaceae? നമ്മുടെ പുതുതായിട്ട് ആഡ് ചെയ്ത പോർഷനാണ് Malvaceae. ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് Malvaceae, ശരിയാണ്. സ്റ്റിപ്പുലേറ്റ് ആണ്, ശരിയാണ്. ഹൈപ്പോകൈനസ് ആണ്, ശരിയാണ്. സൈഗോമോർഫിക് അല്ല, നമ്മുടെ Malvaceae എന്താണ്? ആക്ടിനോമോർഫിക് ആണ്. Then, based on the type of pigment, plastids can be classified into നമ്മുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ ക്വസ്റ്റൻ ആണ്. പ്ലാസ്റ്റിഡിനെ നമുക്ക് പിഗ്മെന്റിന്റെ ബേസിസിൽ 3 ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുക. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ആ ലൂക്കോപ്ലാസ്റ്റിന് വേണമെങ്കിൽ അതിൽ കൊടുത്തിട്ടില്ല, ലൂക്കോപ്ലാസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് എന്തിന്റെ ബേസിസിലാണ്? അത് ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം മക്കൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ അമൈലോപ്ലാസ്റ്റ് എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്. അലൂറോപ്ലാസ്റ്റ് എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? പ്രോട്ടീന്. ഇലിയോപ്ലാസ്റ്റ് എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? ഓയിൽ. അത് ഇവിടെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സോ ഹിയർ ദ ഓപ്ഷൻ ഇസ് 3: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്.